മുസ്ലിം ലീഗുമായുള്ള പഴയ കാലത്തെ ബന്ധം ഓർമ്മിപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗം. 60കളിൽ ലീഗുമായി സഹകരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. മലപ്പുറത്ത് നടന്ന ദേശാഭിമാനി പുസ്തക പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ കൊച്ചു പാകിസ്ഥാനെന്ന് RSSും മറ്റു ചിലരും ആക്ഷേപിച്ചു. 60കളിൽ ഇടതുപക്ഷവുമായി ലീഗ് സഹകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്ന് അതിനെ ആക്ഷേപിച്ച ചിലർ ആരാണെന്ന് ഇപ്പോൾ പറയുന്നില്ല. അവർക്ക് വിഷമമാകും എന്ന് അദ്ദേഹം പറഞ്ഞു. മലപ്പുറത്തെ അപകീർത്തിപ്പെടുത്താൻ എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ആശയ സംഹിത രാജ്യത്തിൻ്റെ ഭരണാധികാരം ഉപയോഗിച്ച് ശ്രമം നടത്തുന്നു. ഇവർ അധികാരം ലഭിച്ചപ്പോൾ ഈ വിധത്തിൽ പെരുമാറുന്നതിൽ അസ്വാഭാവികമായി ഒന്നുമില്ല. മലപ്പുറത്തിനെ ചിലർ സിനിമകളിൽ വികൃതമായി ചിത്രീകരിച്ചു. ഹിന്ദുത്വ വർഗീയ പ്രചാരണത്തിൻ്റെ ഭാഗമാണെന്നതും ഇത്തരം പ്രചാരണം നടത്തുന്നവർ അതിൽ നിന്ന് പിന്മാറണമെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറം നിഷ്കളങ്കരായ മനുഷ്യരുടെ നാടാണ്. ഇവിടെയുള്ളത് ജനമനസ്സുകളുടെ ഒരുമയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 1921 മലബാർ കാർഷിക കലാപത്തെ മുസ്ലിം ജനതയുടെ ഹാലിളക്കമെന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം വിശേഷിപ്പിച്ചു. മാപ്പിള കലാപമെന്ന് മുദ്രയടിച്ച് അതേ വഴിക്ക് തന്നെ നീങ്ങുകയാണ് ഹിന്ദുത്വ വർഗീയ ശക്തികളും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ പോരാളികളുടെ പട്ടികയിൽ നിന്ന് വാരിയംകുന്നത്ത് അഹമ്മദ് ഹാജിയെയും ആലി മുസ്ലിയാരെയും വെട്ടിനീക്കാനാണ് ഹിന്ദുത്വ വർഗീയതയുടെ പുത്തൻ ഭരണാധികാരികൾ ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. മുസ്ലിം ലീഗ് MLA ഉബൈദുള്ളയാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് പുസ്തകം ഏറ്റുവാങ്ങിയത്. മലപ്പുറത്തിനെതിരായ ദുഷ്പ്രചാരണങ്ങളെ തുറന്നു കാണിക്കാനും ജില്ലയുടെ ബഹുസ്വരതയും സാംസ്കാരിക പാരമ്പര്യവും പരിചയപ്പെടുത്താനുമായാണ് ദേശാഭിമാനി ഈ പുസ്തക പ്രസിദ്ധീകരണം നടത്തിയത്. മിഥ്യയും യാഥാർത്ഥ്യവും എന്ന പേരിൽ പുസ്തകമായി പ്രസിദ്ധീകരിക്കുകയാണ്. പുസ്തകത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുനവ്വറലി ശിഹാബ് തങ്ങൾ മലപ്പുറത്തിൻ്റെ സൂഫി പാരമ്പര്യത്തെക്കുറിച്ച് എഴുതിയ ലേഖനവും ഉണ്ട്. എല്ലാ തലത്തിലുള്ള സാമുദായിക സൗഹാർദ്ദം കാത്തുസൂക്ഷിക്കുന്നതാണ് മലപ്പുറത്തിൻ്റെ ഈ ചരിത്രം. ഇത് തകർക്കാനുള്ള ശ്രമങ്ങളെ എല്ലാ വിഭാഗത്തിലുമുള്ളവർ ഒരുമിച്ച് ചെറുത്തു തോൽപ്പിച്ചിട്ടുണ്ടെന്നും മുനവ്വറലി തങ്ങൾ പറഞ്ഞു. ഭാഷാപിതാവ് തുഞ്ചൻ പറമ്പിൻ്റെ മതേതര സ്വഭാവം കാത്തുസൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടുന്ന MT വാസുദേവൻ നായരുടെ ലേഖനവും പുസ്തകത്തിലുണ്ട്. മലപ്പുറത്തെ തീവ്രവാദത്തിൻ്റെയും മതമൗലികവാദത്തിൻ്റെയും കേന്ദ്രമായി ചിത്രീകരിക്കാനുള്ള ആസൂത്രിത ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെന്ന് പ്രസാധകർ പറഞ്ഞു. കൊളോണിയൽ ഭരണാധികാരികൾ ഊട്ടിയുറപ്പിച്ച മിഥ്യയാണ് ഇപ്പോൾ വർഗീയവാദികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ജില്ലക്കെതിരെയുള്ള അപവാദങ്ങളെ ചെറുക്കാനുള്ള ശ്രമമാണ് പുസ്തകമെന്നും പ്രസാധകൻ പറഞ്ഞു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഐ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.